നാവികൻ യാത്രയിലാണ്. ആ യാത്രയിൽ അവധിക്കാലമായതുകൊണ്ട് തൻ്റെ മകനെയും കൂട്ടിയിട്ടുണ്ട്. നമുക്കറിയാം, കപ്പലിൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അതിൽ കെട്ടിയിരിക്കുന്ന പതാകയാണ്. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ കാറ്റിൽപ്പെട്ട് പതാക ഇളകി താഴെ വീണു. നേർത്ത ഒരു പൈപ്പിലാണ് ഈ പതാക ഘടിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ കൂടുതൽ ഭാരമുള്ള ആർക്കും അതിൽ കയറാൻ ധൈര്യമില്ല. കൂടെ ഉണ്ടായിരുന്ന നാവികന്റെ മകൻ പിതാവിനോട് പറഞ്ഞു, ഞാൻ ഈ പ്രവൃത്തി ചെയ്യാം, മുകളിൽ കയറി ഈ പതാക കെട്ടാം. അവൻ വളരെ ധൈര്യസമേതം മുകളിലോട്ട് കയറി പതാക അവിടെ ഉറപ്പിച്ചു. തിരിച്ച് ഇറങ്ങുമ്പോഴാണ് പ്രശ്നം. കടൽ ആകെ പ്രക്ഷുബ്ധമായി, നന്നായി കാറ്റ് വീശുന്നു, നല്ല മൂടൽ മഞ്ഞുണ്ട്. അവൻ മുകളിൽ നിന്ന് താഴേക്ക് വിളിച്ചു പറഞ്ഞു, അപ്പ എനിക്ക് പേടിയാകുന്നു. കടലിലേക്ക് നോക്കുമ്പോൾ വളരെയധികം ഭീതി തോന്നുന്നു. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഇത് കേട്ട് താഴെ നിന്ന ആ നാവികൻ കുട്ടിയോട് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, മകനെ, നീ താഴോട്ട് നോക്കരുത്, മുകളിലേക്ക് നോക്കുക. അവിടെ പ്രശാന്തമായ ആകാശം കാണാൻ സാധിക്കും. പിതാവ് പറഞ്ഞതുപോലെ ഈ കുട്ടി ആകാശത്തേക്ക് നോക്കി. ആകാശം വളരെ പ്രശാന്തമായി, നീല ആകാശം. ആ ആകാശത്തെ നോക്കി അവൻ മെല്ലെ താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി. പിതാവ് വീണ്ടും വിളിച്ചു പറഞ്ഞു, ഇനി നീ നിന്റെ ഇരു കൈകളും വിട്ട് താഴോട്ട് ചാടുക. മകൻ പറഞ്ഞു, അങ്ങ് എവിടെയാണ് നിൽക്കുന്നത്? എൻ്റെ ശബ്ദം നീ കേൾക്കുന്നില്ലേ? ഈ ശബ്ദം കേൾക്കുന്നിടത്തേക്ക് ഇരു കൈയും വിട്ട് ചാടുക. കുട്ടി അതേപോലെ തന്നെ ചെയ്തു. പിതാവിൻ്റെ വാക്ക് വിശ്വസിച്ച് ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൻ ചാടി. സേഫായി അവൻ താഴെയെത്തി. ആകുലനാകുന്നത് കൊണ്ട് ആയുസ്സിന്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ആകുലത ഒരു പാപമാണ്. ഈ പാപം എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു? അമിതമായ ആകുലത ആശ്രയബോധം ഇല്ലാത്തതിൻ്റെ തെളിവാണ്. നമുക്ക് വേണ്ടി സർവശക്തനായ ദൈവം എല്ലാ കാര്യങ്ങളും കൃത്യമായി ക്രമീകരിച്ച് വച്ചിട്ടുണ്ട്. ഈ ദൈവിക പദ്ധതിയുടെ ഭാഗമാകാൻ, ആ ദൈവിക പദ്ധതി എന്നിലേക്ക് ഉൾച്ചേർക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കാത്തത് കൊണ്ട് നമ്മൾ ആകുലരാകുന്നു. ഇന്നത്തെ ദിവസം നമുക്ക് ഈ ആകുലതയിൽ നിന്ന് മുക്തി നേടാനായിട്ട് ദൈവാശ്രയബോധം വർദ്ധിപ്പിക്കാൻ പരിശ്രമിക്കാം. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്നാണ്? ഒരു 5 മിനിറ്റ് സമയം ദൈവത്തോടൊപ്പം ചേർന്ന് ആലോചിച്ച് ആ ദൈവിക പദ്ധതി എന്നിൽ നിറവേറ്റപ്പെടാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ.